7 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് നടന്നു വരുവാൻ ഞാൻ. ഈ വെക്കാനാണോ 7 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് നടന്ന് വന്നത്? ഞാൻ ആരുടെ മുന്നിലും തല കുനിക്കാത്തവനാണ്. ഇതെന്താ ചെവിലാരാ കടിച്ചേ? തല കുനിക്കാതിരുന്ന് മുടി വെട്ടി, മുടിവെട്ടുകാരൻ ചെവി കിട്ടുന്നു വെട്ടി. അത്രേ ഉള്ളൂ. ഓണമാ വരുന്നത്, നീ വീട്ടിലോട്ട് വരണം. ഓണത്തിന് വീട്ടിലോട്ട് വരാൻ ഞാനെന്താ മാവേലിയോ? ഇന്നലെ ഈ 3 കഴിച്ചപ്പോ അച്ഛൻ ചോദിച്ചു മീര വരില്ലേന്ന്. ആ, ഊട് കഴിച്ചപ്പോഴാണെങ്കിലേ മീര വരില്ലെന്നായിരിക്കില്ല, മോര് വരില്ലെന്നായിരിക്കും. എടി ഞാനിത് കേക്കണം. കാരണം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി രാജിയെ വരെ ജോലിക്ക് വെച്ചവനാണ് ഈ ഞാൻ. ഓ, അപ്പൊ ഏതോ രാജിക്ക് വരെ ജോലി ഉണ്ടാക്കി. നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ജോലി വരെ രാജി വെച്ചവനാണ് ഈ ഞാനെന്ന്. ഈ സഞ്ചിയും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ കട്ട വെയിലത്ത് മാക്കുന്നിങ്ങനെ നടന്നു വന്നിട്ടും നിനക്കൊന്നും തോന്നിയില്ല? തോന്നി. അങ്ങ് ദൂരേന്ന് വരുന്ന കണ്ടപ്പോ അങ്ങ് ദൂരേന്ന് ഒരു കങ്കാരു നടന്നു വരുന്ന പോലെ തോന്നി. എടി നിനക്കറിയോ, അച്ഛന് മൂത്രം പോകുന്നില്ല, ട്യൂബ് ഇട്ടു. വെട്ടം കണ്ട മൂത്രം പോകുന്നു നിങ്ങളുടെ ആര് പറഞ്ഞു? എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാനിപ്പൊ നിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പട്ടിയെ പോലെ നിൽക്കുന്നത്. അപ്പൊ കങ്കാരിന്റെ ഫീൽ അങ്ങോട്ട് വിട്ട്. എടി അച്ഛന് തീരെ സുഖമില്ല, നീ വന്നാലേ ശരിയാവൂ. ഞാനെന്താ ഗുളികയെ? എന്റെ അച്ഛൻ ആരാണെന്ന് അറിയണമെങ്കിലേ ഈ നാട്ടുകാരോട് ചോദിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് അറിയാത്താണോ നാട്ടുകാർക്ക് അറിയുന്നത്? എടി എന്റെ അച്ഛന്റെ തനി രൂപം കാണണമെന്നുണ്ടെങ്കിലേ നീ തട്ടുമ്പുറത്ത് കയറി നോക്കണോടി. തട്ടുമ്പുറത്ത് കയറി നോക്കുക? നിങ്ങൾ അച്ഛൻ മരപ്പട്ടിയോ? എടി എന്റെ അച്ഛൻ കളിമണ്ണിൽ ഉണ്ടാക്കിയ രൂപങ്ങൾ, സൃഷ്ടികളാണ് തട്ടുമ്പുറത്ത് മൊത്തം. കയ്യില് മണ്ണ്, കാലില് മണ്ണ്, അങ്ങനെ സൃഷ്ടികൾ. ആ, അത് ശരിയാ. നിങ്ങൾ അച്ഛനെ തലയ്ക്കകത്ത് മണ്ണ് നിറച്ചൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അതെന്നാ തലയ്ക്കകത്ത് മണ്ണ് നിറച്ചൊരു സാധനം? അല്ല, ചിന്തിക്കണ്ട, കിട്ടൂല. വാ പോര്. എടി നിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്നുള്ള ഒറ്റ പരാതി കൊണ്ടല്ലേ നീ എന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ആഗസ്റ്റ് 13 മണ്ടയില് മൂലം. മണ്ടയിലല്ലോ, താഴെയല്ലേ? ആഗസ്റ്റ് 13 തിങ്കളാഴ്ച മൂലം നാൾ. അതിന് ഞാൻ മറക്കത്തില്ല. വീട്ടിൽ പോവാ. വീട്ടിൽ പോണ്ട, അങ്ങനെ വീട്ടിൽ പോണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് വരത്തില്ല. ഈ മീര വരണമെങ്കിലേ ഒരു 15 വർഷങ്ങളും കഴിയും. 15 വർഷം കഴിഞ്ഞ് വരാൻ നീ മീരയല്ലേ, അല്ലാതെ മീശയല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ? നിങ്ങൾക്ക് കട്ടക്ക് നിൽക്കുന്ന ഭാര്യയല്ലേ ഞാൻ? എന്നെ പോലെ ഒരു ഭാര്യനെ കിട്ടണമെങ്കിലേ നിങ്ങൾ പുണ്യം ചെയ്യണം. പുണ്യം. പുണ്യത്തിന്റെ കാര്യം നീ പറയല്ലേ. പാവ എന്റെ അമ്മ അൽബൂരി തിന്നണമെന്ന് പറഞ്ഞപ്പോ ബൾബൂരി വായിക്കാത്ത വെച്ച് കൊടുത്തോളല്ലേ. അങ്ങനെയല്ലേ നിങ്ങളുടെ അമ്മയുടെ തലയ്ക്കകത്ത് കുറച്ച് വെളിച്ചം വന്നോട്ടെ എന്ന് കാര്യം. വെറുതെ കിടന്ന് ഉറങ്ങി എന്നെ പൊക്കി എടുത്തോണ്ട് വന്ന് തിളച്ച വെള്ളത്തിലിട്ടില്ലടി നീ. നിങ്ങൾ അച്ഛൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു, അത്രേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞോ എന്റെ അടുത്ത് തിളച്ച വെള്ളത്തിലിടാൻ? നിങ്ങൾ അച്ഛനല്ല എന്റെ അടുത്ത് പറഞ്ഞ കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിട്ട്. ഒരു 1/2 മണിക്കൂർ നീ മുമ്പിലേക്ക് സമയം തരാത്തത് എന്ത്? തന്നിരുന്നേ നിന്റെ അച്ഛനെ അടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചാനെ. ലോക വിവരം അച്ഛനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ലോകവിവരത്തിന്റെ കാര്യം മാത്രം നീ പറയരുത്. ജീവിക്കാൻ വേണ്ടി ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞപ്പോ PWD ആഫീസിൽ പോയി അടൂർ ബൈപ്പാസിന് വില പറഞ്ഞതല്ലേ നിന്റെ നട്ട? എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഇപ്പൊ എനിക്കൊരു കാര്യം വ്യക്തമായി. നീ അയാളുടെ മോള് തന്നെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. എന്റെ അച്ഛൻ ICUയിൽ കിടന്ന സമയത്ത് മരുമകനായ നിങ്ങളെയാണ് അച്ഛൻ റൂമിലോട്ട് വിളിച്ച് സംസാരിച്ചത്. അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടാ മനുഷ്യ. സ്നേഹം കൊണ്ടാണെന്നാണ് ഞാനും ആദ്യം കരുതിയത്. പിന്നല്ലേ ആ കെട്ട കളവൻ ബാക്കി വന്നിരുന്ന കുറച്ച് കൊറോണ എന്റെ അണ്ണാക്കിലോട്ട് തള്ളാനാണ് ഞാൻ കരുതിയത്. കള്ള കിളവൻ. എടി എനിക്കറിയാം നിന്റെ അമ്മ ഒറ്റ ഒരുത്തിയാണ് നിനക്ക് സ്ക്രൂ ചെയ്ത് തരുന്നത്. സ്ക്രൂ ചെയ്ത് തരാൻ എന്റെ അമ്മ ആരാ? സ്ക്രൂ ഡ്രൈവറോ? ഞാൻ പറയേണ്ട കൗണ്ടർ അല്ലേ? ആ മനസ്സിൽ പറയാൻ പോകുന്ന മാട്ട കൗണ്ടർ എനിക്കറിയാം. നിങ്ങൾ കാര്യം അറിയോ? നിങ്ങൾ പോയ ശേഷം ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. അതെന്താ? ഞാൻ പോകുമ്പോ നിന്റെ പായം തലയെടുത്ത് കൊണ്ടുപോയോ? അതെന്തിനാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്? ഈ മനസ്സിൽ വരുന്ന മാട്ട കൗണ്ടർ എനിക്കും പറയാം. നീ നന്നാവൂലടി, നീ നന്നാവൂല. അമ്മ പറയമ്മ, അച്ഛൻ അത്യാവശ്യ നിലയിലാണെന്ന്. ആണോ? എന്താ നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹം നിറവേറിയത്? എന്തോന്ന്? നിങ്ങൾ അച്ഛന് വലിയ നിലയിലെത്തിക്കാൻ. എടി അച്ഛൻ സീരിയസ് ആണെന്ന്. ഓ, സീരിയസ് ആണോ? അതെനിക്ക് തോന്നി അങ്ങനെ വരുള്ളൂ. ഈ സിദ്ദിഖ്ലാൽ സിനിമ പോലെ തുടക്കത്തിൽ ഭയങ്കര കോമഡി ആയിരിക്കും, അവസാനം നമുക്ക് സീരിയസ് ആവും. എടി അച്ഛന്റെ ബ്ലഡ് പരിശോധിച്ച് എഴുതിയ റിസൾട്ട് വേണമെന്ന്. അതെവിടാ നീ വെച്ചേക്കുന്നത്? റിസൾട്ടോ? ഞാനത് എഴുതി വെച്ചിട്ടില്ല, വേണേ പറഞ്ഞുതരാം. അമ്മ പറഞ്ഞുതരാമ്മ.
2 പാക്കറ്റ് ബീഡി ഒരു തീപ്പെട്ടി. 2 പാക്കറ്റ് ബീഡി ഒരു തീപ്പെട്ടി. എടി അച്ഛൻ കിടന്ന ബെഡ് പരിശോധിച്ചതല്ല, അച്ഛന്റെ ബ്ലഡ് പരിശോധിച്ച റിസൾട്ട് എന്ന്. ഓ, അത് കട്ടിലിന്റെ അടിയിലുണ്ടാവും. അമ്മ കട്ടിലിന്റെ അടിയിലുണ്ടമ്മ. എടി വഞ്ചകി, എടി അച്ഛൻ ആരും കാണാതെ അടിക്കുന്ന കുപ്പി അമ്മ കട്ടിലിന്റെ അടിയിൽ നിന്ന് പൊക്കി. ദൈവമേ, കാലം വന്ന അച്ഛന്റെ കടുത്ത കയറിടുന്നതിന് മുമ്പ് അമ്മ ഇന്ന് അച്ഛനെ ഞെക്കി കൊല്ലും. അതിനു മുമ്പ് അച്ഛനെ ഞാൻ പോയി രക്ഷിക്കട്ടെ. ഞാനേ പോയിട്ട് വന്നിട്ട് ബാക്കി തരാം കേട്ടോ. ഏട്ടാ പൂട്ട